നിങ്ങൾ പലരും കടലിൻ്റെ മുകളിലൂടെ ഒരു ബോട്ട് യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാൽ ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ മേത്ത് നനയാതെ കടലിൻ്റെ അടിത്തട്ടിലുള്ള മാന്ത്രിക ലോകങ്ങളൊക്കെ കണ്ടുകൊണ്ടുള്ള ഗ്ലാസ് ബോട്ട് യാത്രയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ബ്രെയിൻ കോറൽസും മാനിൻ്റെ കൊമ്പ് പോലുള്ള സ്റ്റഗോൺ കോറൽസും പിന്നെ പർപ്പിൾ നിറത്തിലുള്ള കടൽ ചൊറികളും കടലാമകളൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു അടിപൊളി സമുദ്രയാത്ര. യാത്രയുടെ അവസാനം അഗത്തി എയർപോർട്ടിന് തൊട്ടടുത്തുള്ള കൽപ്പറ്റി ദ്വീപിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തിരിച്ചു വരുന്ന കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഫബീറാണ്. വെൽക്കം ബാക്ക് ട്രാവൽ ഫബി. ഇത് വെറും ഒരു യാത്രയല്ല, മറിച്ച് തിരമാലകൾ അതിരുകടക്കുന്ന ഒരു സാമ്രാജ്യത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ്. കടലിന് നടുവിലുള്ള ഈ ഒരു പച്ചത്തുരുത്ത് നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളുടെയും ആരും പറയാത്ത കഥകളുടെയും തുടക്കം. അഗത്തി, ലക്ഷദ്വീപിന്റെ വിസ്മയം. നമ്മൾ ലക്ഷദ്വീപിലെ മൂന്നാമത്തെ ദിവസം നമ്മൾ പോകുന്നത് കൽപ്പറ്റി ഐലൻഡ് കാണാനും അതുപോലെ തന്നെ ഗ്ലാസ് ബോട്ടിലുള്ള ഒരു യാത്രയാണ് കേട്ടോ. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഓൾറെഡി ബോട്ടൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പതിപോലെ ഉണ്ടായിരുന്ന ഗസ്റ്റ് ഒന്നുമല്ല, വേറെ കുറച്ച് ഗസ്റ്റാണ് അതിലുള്ളത്. അപ്പോൾ അവരുണ്ടതിൽ ഒരു കുറച്ച് നേരമായി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. കുറച്ച് നേരമായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. നമ്മൾ കയറുന്നു, കാണുന്നു. ശില്പയുടെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള കുറച്ച് ടീച്ചേഴ്സാണ് കേട്ടോ. കൊണ്ടോട്ടി, പരപ്പനങ്ങാടി, പിന്നെ യൂണിവേഴ്സിറ്റി കൊണ്ടോട്ടി, പരപ്പനങ്ങാടി. യെസ്, ഇവരെ കൂടെ കേട്ടോ നമ്മളിന്ന് ഗ്ലാസ് ബോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ കൽപ്പറ്റി ഐലൻഡ് പോകുന്നുണ്ട്. കൽപ്പറ്റി ഐലൻഡിൽ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ക്ലീൻ ആയിട്ട് കാണിച്ചു തരാം. ആമേനെ കാണുമെന്നൊക്കെ പറയുന്നുണ്ട്. കാണുമെന്ന് വിചാരിക്കുന്നു. കാണും, ആമേനെ കാണും. മൂപ്പര് നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ആമേനെ കാണിച്ചു തരും എന്നുള്ളത് ഉറപ്പായിട്ട് കാണിച്ചു തരും. ഓക്കെ, അത് മതി. നമ്മൾ മണലിൽ കയറിയോണ്ട് തന്നെ കാലിൻ്റെ അത്യാവശ്യം നല്ല മണലൊക്കെ ഉള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഗ്ലാസിൻ്റെ വില കൊടുക്കുന്നത് ഒരു വളരെ വൃത്തിയായിട്ട് ഒരു ക്ലീൻ. അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നിട്ടില്ലേ, അവിടെ ഇപ്പോൾ ഒന്ന് കുട്ടികളാട്ടോ അവിടെ ഇരുന്നിട്ട് മീൻ പിടിക്കുന്നത്. ഇന്നലെ ഫുള്ള് വലിയ ആൾക്കാർ അവിടെ നിന്ന് പിടിച്ചിരുന്നു. വൈകുന്നേരം സമയങ്ങളിലൊക്കെ നമ്മൾ വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മീനൊക്കെ കിട്ടിയിരുന്നു. ഏതായിരുന്ന മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ? കോലാനാ? കോലാനും പിന്നെ വറ്റായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രകൃതി അതിൻ്റെ എല്ലാ ഭംഗിയും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിലാണ്. നിങ്ങൾ പലരും കടലിലൂടെ ഒരു ബോട്ട് യാത്രയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാലും കടലിൻ്റെ മുകളിലൂടെയുള്ള ഒരു യാത്ര മാത്രമല്ല, കടലിൻ്റെ അടിത്തട്ടിലുള്ള ലോകം കൂടി കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോകൾ മുഴുവനായിട്ട് കണ്ടുകൊണ്ടു. കാരണം നമ്മൾ ഈ ഒരു ഗ്ലാസ് ബോട്ടിലെ യാത്രയുടെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൻ്റെ അടിയിലുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് സ്കൂബ ഡൈവ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ കടലിൻ്റെ യഥാർത്ഥ അടിഭാഗത്ത് ഉള്ള എന്താണ് നടക്കുന്നതുള്ള കാഴ്ചയൊക്കെ വളരെ ക്ലിസ്റ്റൽ ക്ലിയർ ആയിട്ട് കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയാണ്. പോരാത്തതിന് നമ്മൾ കടലാമകളെ കാണാനും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരുപാട് നല്ല നല്ല കോറൽസ് ഒക്കെ കാണാനും ചാൻസ് ഉണ്ട്. വെറൈറ്റി കോറൽസ്. നമ്മുടെ ബോട്ടിന് താഴെയായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കൂട്ടം മീൻകൂട്ടങ്ങളുണ്ടല്ലോ, ഇവയെ നോക്കിട്ടോ. ഇവരുടെ പേരാണ് പാരറ്റ് ഫിഷ്. അതായത് നമ്മുടെ നാട്ടിൽ കിളിമീൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം തന്നെയാണ്. തത്തയുടെ ചുണ്ടുകൾ പോലുള്ള വായകളുള്ളത് കൊണ്ടാണ് കേട്ടോ ഇവയ്ക്ക് പാരറ്റ് ഫിഷ് എന്ന പേര് വന്നത്. ആക്ച്വലി ഇവർ പവിഴപ്പുറ്റുകളിലെ പായലുകളൊക്കെ കടിച്ച് തിന്നുകൊണ്ടാണ് അവർ ആ ചുണ്ടിന് ഒരു കളർ വന്നതെന്നുള്ളതാണ് ഇവർ നമ്മളോട് പറഞ്ഞത്. നമ്മൾ ഗ്ലാസ് ബോട്ടിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് നമ്മൾ വെൽക്കം ചെയ്യാൻ വന്നത് പോലെയാണ് നമുക്ക് ഈ ഫിഷ് കൂട്ടങ്ങളെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കേട്ടോ. ആക്ച്വലി നമ്മൾ ഫിഷ് അല്ല ഇപ്രാവശ്യം നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കോറൽസും അതുപോലെ തന്നെ കടലാമകളെയൊക്കെയാണ്. നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ഈ കോറൽസിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ക്യാമറ വെള്ളത്തിലേക്ക് അടിയിൽ കയറക്കാണ്. അതായത് ഗ്ലാസ് ബോട്ടിന്റെ മുകളിൽ േക്കാളും നല്ലത് അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് കാണുന്നതായിരിക്കുമല്ലോ വിചാരിച്ചിട്ടാണ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ക്യാമറ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്നത്. ഈ കാണുന്ന കോറൽസ് നോക്കി നോക്കുക നിങ്ങൾ. നമ്മുടെ നാട്ടിലെ മാനുകളൊക്കെ ഇല്ലേ, അവയുടെ കൊമ്പുകൾ പോലെ പല ശാഖകളായിട്ട് പിരിഞ്ഞു നിൽക്കുന്നുണ്ടോ. ഇതിൻ്റെ യഥാർത്ഥ പേരാണ് സ്റ്റെങ്കോൺ കോറൽസ്. ലക്ഷദ്വീപിലെ കടലിനടിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന കോറൽസ് ആണ് ഇവ. പലതരത്തിലുള്ള കളറിലുണ്ട്, നീല, ഓറഞ്ച്, തവിട്ട്, അങ്ങനെ ഒരുപാട് കടലിനടിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കോറൽസ് തന്നെയാണ് ഇത്. കടലിൻ്റെ അടിയിലെ ചെറിയ ചെറിയ മീനുകൾക്ക് അവർക്ക് ഒളിച്ചിരിക്കാനും മുട്ടയിട്ടിട്ട് വളർത്താനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു വീട് എന്ന് തന്നെ ഈ ഒരു കോറൽസിനെ നമുക്ക് പറയാം. ലക്ഷദ്വീപിലെ കടലിലെ ആവാസ വ്യവസ്ഥയ്ക്ക് ഏറ്റവും പ്രധാന പങ്കുവഹിക്കുന്ന കോറൽസ് ആണ് ഇവ.
ഇപ്പം നിങ്ങൾ ഈ കാണുന്ന കോറൽസ് ഉണ്ടല്ലോ, ഇതിനെ ശരിക്കും ബ്രെയിൻ കോറൽസ് എന്നാട്ടോ പറയുന്നത്. അതായത് മനുഷ്യൻ്റെ തലച്ചോറ് പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് അതിനെ ബ്രെയിൻ കോറൽസ് എന്ന് പറയുന്നത്. ലക്ഷദ്വീപിൻ്റെ കടലിനടിയിൽ ഏറ്റവും പ്രായം ചെന്ന കോറൽസ് ഉണ്ടെങ്കിൽ അതിലൊന്നാണിത്. ഇവ വളരെ പതുക്കെ മാത്രമേ ഇത്ര വളരെയുള്ളൂ. അതായത് ഏകദേശം ഒരു വർഷത്തിൽ ഏതാനും മില്ലിമീറ്റർ മാത്രം. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന വലിപ്പത്തിലേക്ക് ഏകദേശം എത്താൻ വേണ്ടിയിട്ട് നൂറുകണക്കിന് വർഷങ്ങൾക്ക് പഴക്കെടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഗ്ലാസ് ബോട്ട് യാത്രയിൽ നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്ന ആമകളെയും അതുപോലെ കോറൽസും കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ ഒരു പർപ്പിൾ നിറത്തിൽ കാണുന്ന കോറൽസ് കണ്ടോ? ആക്ച്വലി ഇതൊരു കോറൽസ് അല്ല, കടലിൻ്റെ അടിയിൽ അതിമനോഹരമായിട്ട് ജീവിക്കുന്ന ഒരു പ്രത്യേകതരം ജീവിയാണ് അത്. ഇതിൻ്റെ പേരാണ് സീ അനിമൺ, അഥവാ നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കടൽച്ചൊറി എന്നറിയപ്പെടുന്ന ഒരു ജീവിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്വേറിയത്തിലൊക്കെ ഇടുന്ന നമ്മളെ ചെറിയ ചെറിയ ഫിഷുകളുണ്ടല്ലോ, ക്രൗൺ ഫിഷ് മുതലായിട്ടുള്ള അല്ലെങ്കിൽ നെമോ ഫിഷുകളൊക്കെ ഉണ്ടല്ലോ, അവയുടെ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് വളരെയധികം പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു തരം ജീവിയാണ് ഈ ഒരു കടൽച്ചൊറി. ഈ ഒരു ഫിഷുകൾ, അതായത് ചെറിയ ചെറിയ അക്വേറിയത്തിലൊക്കെ ഇടുന്ന ഫിഷുകളൊക്കെ ഇവരുടെ പരിസരത്താണ് ജീവിക്കുന്നത്. അതിന് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ശരീരത്തിൽ നിന്ന്, അതായത് ഈ സീ അനിമൽസിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു പ്രത്യേക തരം വിഷവാതകം പുറത്തു വരാറുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വലിയ മീനുകളൊന്നും ഈ ഒരു കടൽച്ചൊറി പരിസരത്തേക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ മീനായിട്ടുള്ള ക്രൗൺ ഫിഷസ്, നോമോ ഫിഷുകൾക്കൊക്കെ ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ ഇവരെ ചുറ്റും ഇവർ നിൽക്കുന്നതാണ്. അതിന് പകരമായിട്ട് ഇവർ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ, അതായത് ഈ കടൽച്ചൊറിയുടെ പരിസരത്തുള്ള പായലുകളും കാര്യങ്ങളൊക്കെ തിന്നിട്ട് കടൽച്ചൊറിയുടെ പരിസരങ്ങളൊക്കെ ഇവർ വൃത്തിയാക്കി കൊടുക്കും എന്നുള്ളതാണ്. അതായത് തനിക്ക് വലിയ ജീവികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ കടൽച്ചൊറിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പകരമായിട്ട് കടൽച്ചൊറിയുടെ പരിസരത്തുള്ള കാര്യങ്ങളൊക്കെ ഇവർ വൃത്തിയാക്കി എടുക്കും. എത്ര മനോഹരമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ അല്ലേ! അങ്ങനെ നമ്മൾ കൽപ്പറ്റി ഐലൻഡിലേക്ക് എത്താൻ പോവാണ്. നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്യാസ് ബോട്ടിൽ താഴത്തേക്ക് മീനുകളൊക്കെ കണ്ട്, അതുകൂടാണ്ട് ഞാൻ തന്നെ എൻ്റെ ഗോപ്രോ അടിയിലിട്ടിട്ട് കുറച്ച് വിഷ്വൽസൊക്കെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഏകദേശം കൽപ്പറ്റി ഐലൻഡിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന ഈ ഡാർക്ക് ഭാഗങ്ങളൊക്കെ കാണുന്നില്ല, ഇതൊക്കെ കോറൽസ് ഏരിയാസ് ആണ്. ഈ ഡാർക്ക് ഏരിയാസ് കാണുന്നത് ഇതുണ്ടോ, ഈ ഡാർക്ക് എന്ന് പറഞ്ഞാൽ കോറൽസ് ആണ് മെയിനായിട്ട്. ഡാർക്ക് കോറൽ കല്ല് അല്ലേ? ഓക്കെ, ഇവിടെ ഉണ്ടല്ലേ ഈ ഡാർക്ക് കാണുന്നതൊക്കെ കംപ്ലീറ്റ് കോറൽസ് ആണ്. എന്താ അല്ലേ? അങ്ങനെ നമ്മൾ ഏകദേശം കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ എത്തും. പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ കൽപ്പറ്റി ഐലൻഡ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ അഗത്തി ദ്വീപ് സ്റ്റാർട്ട് ചെയ്യാണ്. എയർപോർട്ടിൻ്റെ ഫസ്റ്റ് ഭാഗമാണ് ഈ കാണുന്നത്. പോകുന്ന വഴിക്കാണ് പെട്ടെന്ന് നമ്മൾ ആമേരാണ്ട് നോക്കുന്നില്ല, ക്യാമറ നേരെ താഴെ പറക്കുന്നത്. നമ്മൾ ഈ ഒരു ഗ്ലാസ് ബോട്ടിലെ ഏറ്റവും ഹൈലൈറ്റ് ഉള്ള ഒരു സംഭവമാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കടലാമ, ഗ്രീൻ സീ ടർട്ടിൽ. അതെ, ലക്ഷദ്വീപിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ട് കാണേണ്ട അല്ലെങ്കിൽ കാണാൻ കിട്ടുന്ന ഒരു ഭാഗ്യം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ സീ ടർട്ടിൽ. ഈ വെളുത്ത മണൽ തട്ടിലൂടെ എത്ര ശാന്തമായിട്ടാണ് പുള്ളിക്കാരൻ നീന്തി നടക്കുന്നത് നോക്കി നോക്ക്. ലക്ഷദ്വീപിൽ ആഴം കുറഞ്ഞ അല്ലെങ്കിൽ ഇത്തരം ലഗൂണുകളാണ് കേട്ടോ കൂടുതലായിട്ട് നമുക്ക് ഇതുപോലുള്ള ആമകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾ കൽപ്പറ്റി ദ്വീപിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷദ്വീപിൽ ഒരുപാട് ദ്വീപുകളുണ്ടെങ്കിലും അതിൽ 11-12 ദ്വീപുകളാണ് ആൾ താമസമുള്ളത്. ബാക്കിയുള്ള ദ്വീപുകളൊക്കെ ഇതുപോലെ കിടക്കുന്നതാണ്. അതിലൊന്ന് തൊട്ടടുത്ത് അഗത്തിനടുത്ത് കിടക്കുന്നതാണ്. അപ്പോൾ അഗത്തി എയർപോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ കൽപ്പറ്റി. ആൾ താമസമില്ലാത്ത ഒരു ദ്വീപാണ്. മോനെ കല്ലുകളൊക്കെ ഡിസൈൻ നോക്ക്. കൽപ്പറ്റയുടെ ഒരു ഭാഗത്ത് നിന്ന് കയറിയിട്ട് മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം കുറച്ച് നടക്കാനുണ്ട്. ആൾക്കാരുണ്ടല്ലേ
നമ്മൾ ലൈഫിൽ ആദ്യമായിട്ട് സൺസെറ്റ് നമ്മൾ പല സ്ഥലത്തു നിന്ന് കണ്ടിട്ടുണ്ട്. ബോട്ടിൽ ഇരുന്നുകൊണ്ടുള്ള സൺസെറ്റ് അത് ആദ്യമായിട്ടാണ്, അതും ലക്ഷദ്വീപിൽ വന്നിട്ട് കാണുന്നത്. അതിൻ്റെ ഒരു ഭംഗി വേറെ ഉണ്ട് കേട്ടോ. കൽപ്പറ്റ ഐലൻഡിൽ നിന്നും സൺസെറ്റും കണ്ടുകൊണ്ട് നമ്മൾ തിരിച്ച് നമ്മളെ താമസ സ്ഥലത്തേക്ക് പോവാണ്. ഇതോടുകൂടിയിട്ട് ലക്ഷദ്വീപിലെ കാഴ്ചകളൊന്നും അവസാനിക്കുന്നില്ല. ഇനിയും വരാനുണ്ട് 2-3 എപ്പിസോഡുകൾ. അപ്പോൾ അതിനായിട്ട് കാത്തിരിക്കുക.